എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിനമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. 22ാമത്തെ ഗഡുവിനം ഫെബ്രുവരി മാസം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. 21 വരെ ലഭിച്ചിട്ടുള്ളവർ നിങ്ങളുടെ KYC നിങ്ങളുടെ ഫാർമർ ഐ ഡിയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. KYC കറക്റ്റ് ആണോ അതോ വീണ്ടും ചെയ്യണോ എന്നുള്ളത് അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ തന്നെ നോക്കാനല്ല പറയുന്നത്, നിങ്ങളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഏത് സമയത്തും നിങ്ങളുടെ KYC അവിടെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം 21ാമത് ഗഡുവിനം മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും KYC ചെയ്യാതെയാണ് ആ തുക വിതരണം മുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അബദ്ധം ഇനി ഉണ്ടാവരുത്. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ KYC ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അത് നമുക്ക് OTP ബേസ്ഡ് KYC അല്ല, ബയോമെട്രിക്കലായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ PM കിസാൻ ഗോൾ എന്നുള്ളൊരു ആപ്പുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുക. അവിടെ KYC ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ തന്നെ നമുക്കവിടെ അറിയാൻ സാധിക്കും അവിടെ KYC ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും നമുക്കിത് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. KYC അവിടെ ചെയ്യാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ KYC കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 21ാമത്തെ ഗഡുവിനം മുടങ്ങിയിട്ടുള്ള എല്ലാവരും KYC കംപ്ലീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ജനുവരി 1 മുതലൊക്കെ പുതിയ പേയ്മെൻറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ്. അതിന് മുന്നേ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ. അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നാൽ നിങ്ങൾക്ക് 22ാമത്തെ ഗഡുവിനം മുടങ്ങുന്നതാണ്. കാരണം നമുക്ക് ആ സമയമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് KYC ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടില്ല, നമുക്ക് പേയ്മെൻറ്റ് മുടങ്ങുകയും ചെയ്യും. 2022 തൊട്ട് മുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ടുള്ള കർഷകരുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല, സ്റ്റാറ്റസ് നോക്കാൻ അറിയില്ല എന്നുള്ളത് കമൻറ്റിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ ഒരു ചെറിയ കാര്യങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയി, അതെന്താണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് പരിശോധിക്കുന്നത്, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് PM കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന PM കിസാൻ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് അവിടെ ആവശ്യപ്പെടുന്നത് എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈവശം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന അടുത്ത പേജിൽ ആദ്യം മൊബൈൽ നമ്പർ, തൊട്ടപ്പുറം ആധാർ എന്നുള്ളത് കാണാം. മൊബൈൽ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, അത് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ തൊട്ടപ്പുറം ആധാർ എന്നുള്ളതിൽ ടിക്കറ്റ് കൊടുത്തിട്ട് താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതേ താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ പേരും രജിസ്ട്രേഷൻ നമ്പറും ഒന്ന് അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് കൈവശം സൂക്ഷിക്കുക. കാരണം ഈ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, സൈറ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് എപ്പോഴും നമുക്കത് സാധിക്കില്ല. അപ്പോൾ ഇച്ചിരിയൊക്കെ ഡിലേ വരും. നിങ്ങൾ 1-2 പ്രാവശ്യം ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ അവിടെ നമുക്ക് നോക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നേരെ ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇൻവാലിഡ് ക്യാപ്ച എന്നുള്ളത് കാണും. വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ ക്യാപ്ച അവിടെ അടിച്ചു കൊടുത്ത് അവിടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ OTP വരുന്ന സമയത്ത് നമ്മൾ OTP സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാം. അത് നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് പോകണ്ട, ക്യാപ്ച നമ്മൾ ഒന്നും കൂടെ OTP അവിടെ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും അവിടെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ നമുക്ക് ലാസ്റ്റ് വന്ന ഗഡു വിതരണം അവിടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് മുടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മൊബൈൽ നമ്പർ മാറ്റി മറ്റൊരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അറിയാനും സാധിക്കുന്നതാണ്. അവിടെ നമ്മുടെ KYC, ബാങ്ക് സീഡിങ്, ലാൻഡ് സീഡിങ് എല്ലാത്തിൻ്റെയും സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID യിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഫാർമർ രജിസ്ട്രേഷൻ ID ഫാർമർ ID കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പലർക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ കേരള ഫാർമർ ID രജിസ്ട്രേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഗ്രി സ്റ്റാക്കിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഫാർമർ എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യുക. അവിടെ ഏറ്റവും സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് താഴെ ഡീറ്റെയിൽസ് ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് അവിടെ OTP വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വീണ്ടും ഫാർമർ ID ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ OTP കൊടുക്കണ്ട, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ മുകളിൽ എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് യാതൊരു വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ മറിച്ച് അതൊരു OTP, നിങ്ങൾ ഫാർമർ IDക്ക് അപേക്ഷ കൊടുത്ത ഒരു വ്യക്തിയാണ്, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ OTP വീണ്ടും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫാർമർ ID രജിസ്റ്റർ ചെയ്യണം. അവിടെ നമുക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളത് ഒന്നെങ്കിൽ ജോയിൻ്റ് ഭൂമി ആയിരിക്കാം, നമ്മുടെ കരമടച്ചതിനകത്ത് ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഇത് അപ്രൂവൽ ആവില്ല. നമ്മുടെ കരമടച്ച സർട്ടിഫിക്കറ്റിൽ ഒന്നിലധികം പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഫാർമർ ID അപ്രൂവൽ ആവില്ല. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫാർമർ ID കേന്ദ്രം നമുക്കൊരു ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ID അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നം വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ തുക വിതരണം മുടങ്ങിയിട്ടുള്ളവർക്ക് നമുക്ക് ഇത് അപ്രൂവൽ ആകാതെ വീണ്ടും ആ തുക നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അവിടെ നേരിടേണ്ടി വരും. പലരും കൊണ്ട് സ്റ്റാറ്റസ് കയറി ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും അണ്ടർ പ്രോസസ് എന്നും പറഞ്ഞിരിക്കും. ഇപ്പോഴും ഇത് ആയിട്ടില്ല, വീണ്ടും വെരിഫിക്കേഷൻ നിൽക്കുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീണ്ടും OTP ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് വീണ്ടും ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലാതെ നമ്മൾ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവിടെ അണ്ടർ അപ്രൂവൽ എന്നൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അവിടെ വെരിഫിക്കേഷൻ നിൽക്കുകയാണെന്നൊക്കെ ഓർത്ത് തിരിച്ച് നിൽക്കും. മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടവർ നിങ്ങളുടെ കരമടച്ച സർട്ടിഫിക്കറ്റിൽ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. നമുക്ക് 22ാമത്തെ ഘടകം ലഭിക്കുന്നത് ഫെബ്രുവരി മാസമായിരിക്കും. അതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെക്കുക. നേരത്തേക്ക് നമുക്കിതൊന്നും വല്ലപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഒത്തിരി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.